പരാജയം എന്നത് അത്രയ്ക്ക് സുഖമുള്ള ഒന്നല്ല. പരാജയപ്പെടുവാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നുമില്ല. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും പരിശ്രമിക്കണമെന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന്? നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെയും തീരുമാനങ്ങളെയും അനുസരിക്കുന്നതിനാലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരുന്നത്. പരാജയം ഒഴിവാക്കുവാനുള്ളൊരു മാർഗം സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിൽ ശരണപ്പെടുക, സ്വന്തം ബുദ്ധിയിൽ നീ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് ശരിയായ വഴി നിനക്ക് കാണിച്ചു തരും. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി നാം ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ അറിവുകളെയും ജ്ഞാനങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. ദൈവത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും തൻ്റെ ഇടത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, എൻ്റെ യേശു മതിയായവനാണ്. വീണ്ടും പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നാളെ എന്താണെന്ന് മനുഷ്യനറിയത്തില്ല. എന്നാൽ നമ്മുടെ നിലവുകളെ അറിയുന്ന നാഥൻ, നമ്മുടെ നാളകളെ അറിയുന്ന നാഥൻ, ആ നാഥനിൽ നമ്മൾ ആശ്രയിക്കണം. എങ്ങനെ ആശ്രയിക്കണം? സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകണം. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു കൊള്ളണം. അപ്പോൾ പരാജയത്തിൻ്റെ വഴി വിട്ട് ജയത്തിൻ്റെ വഴിയിലൂടെ കർത്താവ് നമ്മെ നടത്തും.